55 മിനിറ്റായി മിലോസിന്റെ വക ഒരു ഓൺ ഗോൾ. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു ശവപ്പറമ്പ്, ഒരു മരണ വീട് പോലെയൊക്കെയുള്ളൊരു അവസ്ഥയെ കൂടിയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും ഗോൾ അടിച്ചിട്ടില്ലെന്ന് തോന്നണം. ഇപ്പോൾ സമയം 7:38. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വൈകിയൊക്കെ വന്ന. സാധാരണ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ച് നടക്കുമ്പോൾ നേരത്തെ വരാറുള്ള ഒരാളായിരുന്നു ഞാൻ. 2 മണിക്കൂർ മുമ്പ് എത്തുമായിരുന്നു. പക്ഷേ ആ താല്പര്യം അങ്ങ് പോയി ബ്ലാസ്റ്റേഴ്സിനോടുള്ള. കാരണം അങ്ങനത്തെ പ്രകടനമല്ലേ ഇപ്പം കാഴ്ചവെക്കുന്നത്. എന്താ പറയാൻ, എല്ലാ പ്രാവശ്യവും വന്ന പോലെ പ്രാവശ്യവും വന്ന് ജസ്റ്റ് കളി കാണാം. എന്താ നടക്കണേന്ന് ഇനി കണ്ടറിയാം. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെതിരെയാണ് കൊമ്പ് കോർക്കുന്നത്. ജംഷഡ്പൂരിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സീൻ ടീമാണ് ഇപ്രാവശ്യം. ഫസ്റ്റ് ലെഗിൽ നമ്മൾ 1-0 തോൽപ്പിച്ചിട്ടുണ്ടായി ജംഷഡ്പൂർ. അതിൻ്റെ റിവെഞ്ച് വീട്ടാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ എന്നാലും ഇപ്പോഴും കണക്കുകൾ നോക്കുമ്പോൾ ചെറിയ തോതിൽ ചാൻസസ് ഉണ്ട്. ഇന്നത്തെ കളി സമനില അല്ലെങ്കിൽ തോൽവിയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും പുറത്താവും. അത് അല്ലെങ്കിൽ എല്ലാ കളിയും ജയിക്കും. ഇനിയുള്ള 3 കളി ജയിച്ചിട്ട് മറ്റുള്ള ഫ്രണ്ടിൽ നിൽക്കുന്ന ടീമുകളുടെ റിസൾട്ട് അനുസരിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് യോഗ്യത. ലെറ്റ്സ് സീ, എന്തായാലും നോക്കാം. നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഒരു മനുഷ്യനും ഇല്ല. എത്ര ആൾക്കാരുണ്ടായ സ്ഥലവും. സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒറ്റക്കാണ്. ഫ്രണ്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ കിഷോറിനെയാണ്. അദ്ദേഹം ചെന്നൈയിൽ നിന്നാണ് എല്ലാ കളിയും കാണാൻ വരുന്നത്. ഇപ്രാവശ്യം അദ്ദേഹത്തിന് തന്നെ മനസ്സുമെടുത്തിട്ട് വരുന്നില്ല. പ്രകടനം ഇങ്ങനത്തെ മോശം പ്രകടനമല്ലേ കാഴ്ചവെക്കുന്നത്. ഏകദേശം പ്ലേ ഓഫിൽ നിന്ന് പുറത്തായ രീതിക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ. ഒന്നും പറയാനായിട്ടില്ല, കളി നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി കളിയിലേക്ക് പോവാം. നമ്മുടെ കോറോസിംഗ് ഗോൾ അടിച്ചിരിക്കുന്ന ISL രണ്ടാമത്തെ ആണോടാ. പക്ഷെ ഒരുപാട് അസിസ്റ്റ് വഴി ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർ ബോയ് ആണ് നമ്മുടെ, അല്ലേ? എന്തായാലും 1-0 ബ്ലാസ്റ്റേഴ്സ് ലീഡിലാണ്. വെച്ച് അല്ലേ, കളി കഴിഞ്ഞിട്ടില്ല. ഗൈസ്, അങ്ങനെ ഹാഫ് ടൈം ആയിരിക്കുവാണ്. നല്ല പ്രകടനമാണ്. ബ്ലാസ്റ്റേഴ്സ് കുറേ ചാൻസസ് വെറുതെ കൊണ്ടേ പാഴാക്കി കളഞ്ഞു. എന്നാലും തൃപ്തനാണ് ഞാൻ. 1-0 ഇപ്പൊ ലീഡ് ഇട്ടേക്കുവാണ്. എന്തോ എങ്ങനെ ഹാഫ് ടൈം പെർഫോമൻസ്? ഹാഫ് ടൈം ഒരു നല്ല കളിയായിരുന്നു. നമ്മളായിരുന്നു ഫുൾ അറ്റാക്കിങ്. നമ്മൾ 1-0 മുന്നിലിരിക്കണം. സെക്കൻഡ് കളിയും കൂടെ ഒരു ഡിഫൻസിലേക്കും വീട്ടിലേക്ക് നിന്ന് നന്നായിട്ട് കളിക്കാം. മാക്സിമം ബോൾ നമ്മുടെ ഏരിയയിലേക്ക് വരരുത്. ഈ കളി നേരത്തെ എടുത്തിരുന്നെങ്കിൽ അല്ലേ? ഇപ്പൊ കളിച്ച കഴിഞ്ഞ കളിയിലല്ലേ 80 ആയിട്ടുള്ള കളി ഒരു 30 മിനിറ്റ് വരെ നമ്മുടെ കയ്യിലായിരുന്നു. അത് ഗോൾ വഴങ്ങിയതിനു ശേഷം എല്ലാം പിന്നെ ഫുള്ള് പോയി. അതുപോലെ ഇതാവരുത്. എഴുത്തൊക്കെയാണോ? എഴുത്തൊക്കെ പിന്നെ പറയണം.
എൺപത്തഞ്ചാം മിനിറ്റ് ആയി. മിലോസിന്റെ വക ഒരു ഓൺ ഗോൾ. ഇപ്പൊ സ്കോർ കാർഡ് 1-1. കളിക്കിനി ഓൾമോസ്റ്റ് 10 മിനിറ്റൊക്കെ കാണുള്ളൂ. എന്തായാലും നോക്കാം, നമുക്ക് തിരിച്ചു വരും നോക്കാം. പക്ഷെ മറ്റേ ഗോൾ അത് ഓഫ് സൈഡ് ആണെന്ന് എനിക്ക് പറയാറായിട്ടില്ല. പക്ഷെ ചിലപ്പോൾ അത് ഗോളായിരുന്നുവെങ്കിൽ നമ്മൾ ജയിക്കേണ്ട കളിയായിരുന്നു. അത് കളി കഴിഞ്ഞിട്ടില്ല. 10 മിനിറ്റും കൂടെ ഉണ്ട് കളി. 10 മിനിറ്റ് ഇല്ല, തികച്ച് 10 മിനിറ്റ് ഇല്ല. എന്തായാലും നോക്കാം നമുക്ക്. Okay. Bye bye. ശുഭകരമായി സമനിലയിൽ കലാശിച്ചിരിക്കുന്നു കളി. ജയിക്കേണ്ട കളിയായിരുന്നു. ഇനിയിപ്പോ എല്ലാ പ്രാവശ്യവും പറയണ പോലെ അടുത്ത സീസണിൽ കാണാം. അടുത്ത സീസണിൽ ഇതിലും ഞാൻ പറയുന്നില്ല. ആൽബിനോ കേട്ടോ, എന്ത് പറയണം ഇന്നത്തെ കളിയെ കുറിച്ച്? എടാ, ഇന്നത്തെ കളിനെ കുറിച്ച് പറയാണെങ്കിലോ ഒന്നും തന്നെ പറയാനില്ല. അതന്നെ വന്ന് കളി കാണാൻ ഇഷ്ടം കൊണ്ടുള്ള കളി കാണാൻ. പക്ഷെ നമ്മൾ വിചാരിച്ച കളി നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കണം ഈ സീസണില്. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എത്തുമെന്നൊരു തോന്നണം. പക്ഷെ നമുക്ക് പുരുഷോത്തമൻ ഇവിടം വരെ എത്തിച്ചു. എന്തോ പുരുഷോത്തമനല്ല, എന്തൊക്കെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്ന് പറയാനല്ലോ. ഇപ്പൊ എല്ലാ പറയണ പോലെ അടുത്ത സീസൺ അടുത്ത സീസണിൽ കളിപ്പെടുക്കാം. ഞാൻ എന്ത് പറയാനാ, വളരെ നല്ല കളി. ഇത്രയും വലിയ കളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കളി വരും, മുംബൈക്കെതിരെയുള്ള മാച്ച് കാണാൻ വരും. മുംബൈ എന്തായാലും വരും. എന്തായാലും ആ പൊട്ടറന്ന് നമുക്ക് കാണാം. പൊട്ടണം കാണാം, ഇടിണ്ടാവുന്നത് കാണാം. നല്ല ഇടിണ്ടാവും. കേരളത്തിനെതിരെ കളി ഇഷ്ടപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ഇഷ്ടപ്പെട്ടോ? ഇല്ലെങ്കിൽ എന്ത് പറയണം? എൻജോയ് ചെയ്തോ ഇന്നത്തെ മാച്ച്? ഫസ്റ്റ് ഹാഫ് കൊള്ളാന്ന്, സെക്കൻഡ് ഹാഫ് പിന്നെ ജയിക്കേണ്ട കളിയായിരുന്നല്ലേ? അടുത്ത സീസൺ അല്ലേ? ഓക്കെ ഗൈസ്, ബൈ. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മുംബൈ ആയിട്ടുള്ള മാച്ചിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. സിയാ.